ആമേൻ. അല്പസം നമുക്ക് ചേർന്ന് ഒരുമിച്ച് ദൈവിക സന്ദേശം കേൾക്കാം. अभी हम कुछ कुछ देर उस परमेश्वर के वचन से हम बात करेंगे, വളരെ सीखेंगे। പ്രാർത്ഥനയോടെ നമ്മൾ ഒരുമിച്ച് ആയിരിക്കാം. हम एक प्रार्थना के साथ आपस में हम लोग प्रार्थना के तौर पे बैठे। ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കട്ടെ. प्रियो, मैं हमेशा कहता हूँ कि हम परमेश्वर की उपस्थिति में बैठे हैं, इस बात का बोध हमें होना चाहिए। അവ വലിയ ദൈവിക സാന്നിധ്യം നമ്മൾ ഒരുമിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുക. हम अभी बहुत बड़ी उपस्थिति परमेश्वर की महसूस कर रहे हैं। അമ്മേ, നമ്മുടെ മുഖത്തും ആ സന്തോഷം പ്രകടമാണ്. हमारे चेहरे पे भी वो उपस्थिति महसूस होनी चाहिए, वो അമ്മേ, चमक दिखनी चाहिए। നാം ആ ദൈവസന്നിധിയിലായിരിക്കുന്നത്. अब उस परमेश्वर की उपस्थिति में बैठे हैं। വളരെ ഉത്സാഹത്തോടെ വേണം നാം രാവിലെ ദൈവസന്നിധിയിലായിരിക്കും. बड़े ही उत्साह के साथ परमेश्वर के सामने में बैठना जरूरी है। ആമേൻ. ഞാൻ ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. मैं प्रभु के दासों के लिए धन्यवाद करता हूँ। ഈ ആത്മീയ മിഷന് ലീഡ് ചെയ്യുന്ന പ്രിയ ദൈവത്തിന്റെ അഭിഷേകത്തിനായി സ്തോത്രം ചെയ്യുന്നു. इस सभा की अगुवाई करने वाले प्रभु के दास के लिए परमेश्वर को धन्यवाद करता हूँ। ശേഷമുള്ള എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം, ദൈവദാസന്മാർക്കായി സ്തോത്രം और ചെയ്യുന്നു. सभी प्रभु के दास दासियों के लिए मैं परमेश्वर को धन्यवाद करता हूँ। ഈ ദിവസം നാം അധികം ഉത്സാഹമുള്ളവരായിരിക്കട്ടെ. इन दिनों में प्रियो हमारा उत्साह बढ़ने पाए। എല്ലാ ദൈവത്തിന് കൊടുക്കുന്നതെല്ലാം ഏറ്റവും മേൽത്തരമായിരിക്കട്ടെ. प्रियो, हम जो परमेश्वर की तरफ देते हैं, परमेश्वर को देते हैं, वो सबसे उत्तम होने पाए। ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ആ വിഷയത്തുള്ള ബന്ധത്തിൽ നാം അതീവ ജാഗ്രതയുള്ളവരായിരിക്കണം. तो प्रियो, जब हम ये इन सब बातों करते हैं प्रभु की उपस्थिति में, तो प्रियो हमें बहुत ही जागृत रहने की आवश्यकता ഒരു है। പ്രാവശ്യം കൂടെ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. एक बार सभी को मैं स्वागत करता हूँ। വളരെ പ്രാർത്ഥനയായിരിക്കണമെന്ന് ഞാൻ വീണ്ടും ഞാൻ അപേക്ഷിക്കുകയാണ്. मैं आपसे फिर से निवेदन करता हूँ कि प्रार्थना के साथ बैठे। വളരെ വളരെ പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ രാവിലെ ദിവസം ആയിരിക്കുന്നത്. आज की सुबह हम बड़े ही प्रार्थना के साथ परमेश्वर की उपस्थिति में बैठे हैं। ഓരോ പ്രാവശ്യം ദൈവത്തിന്റെ വചനവുമായി നിൽക്കുമ്പോൾ വളരെ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെയാണ് ദൈവസന്നിധി ഞങ്ങൾ ആയിരിക്കുന്നത്. हम जब प्रभु के वचन से बात करते हैं तो प्रार्थना के साथ एक तैयारी के साथ आते हैं। ദൈവത്തിന്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവർ ശപിക്കപ്പെട്ടവനാണ്. प्रियो, ऐसा लिखा है कि जो प्रभु की सेवा बड़ी ही आलस्य के साथ करता है, वो उसे दंड मिलेगा। ഒരു ചെറിയ മീറ്റിംഗ്, അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നാം വരുമ്പോൾ വളരെ വളരെ സീരിയസ് ആയി നാം ആയിരിക്കണം. प्रियो, भले ही हम इस जूम में आके मिले, चाहे शारीरिक तौर से हम एक साथ मिले, हमें परमेश्वर के सामने आलस्य नहीं दिखाना है। കാരണം നാം ദൈവത്തിന്റെ വേല ചെയ്തു വരികയാണ്. क्योंकि प्रियो, हम परमेश्वर की सेवा कर रहे हैं। പല ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയാണ് हो നമ്മൾ. सकता है हमारे पास बहुत सारी जिम्मेदारी भी है। വളരെ പ്രാർത്ഥനയോടായിരിക്കാം. हम प्रार्थना के साथ बैठे हैं। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ഒരു വളരെ രാവിലെ ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് ഒരു വാക്യം വായിക്കാം. हम मिलकर एक वचन को पढ़कर हम आगे बढ़ेंगे। 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യം. पहला कुरिन्थियों की किताब उसका 15वां अध्याय उसका 43वां वचन 43। यहाँ पे इस प्रकार लिखा है, वो अनादर के साथ बोया जाता है और तेज के साथ जी उठता है, निर्बलता के साथ बोया जाता है और सामर्थ्य के साथ जी उठता है। 15-ാം അധ്യായത്തിന്റെ 43-ാം വാക്യമാണ് വായിച്ചത്. 1 കൊരിന്ത്യർ ലേഖനം. हम पहला कुरिन्थी उसका 15वां अध्याय उसके 43 वचन को हम अभी पढ़ रहे थे। ഞങ്ങൾ കഴിഞ്ഞ ചില നാളുകളായിട്ട് ഈ അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. हम बीते कुछ दिनों से इस अध्याय को मनन कर रहे हैं। हम लोग इन बातों को सीख रहे हैं। ഒരുപാട് ആത്മീക മർമ്മങ്ങൾ അടങ്ങിയ അധ്യായമാണ് 15-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനം. ये पहला कुरिन्थी 15वां अध्याय एक ऐसा एक गूढ़ बातों से लिखा हुआ भरा हुआ एक अध्याय है। ആമേൻ. വിഷയം ഇതാണ്, മരിച്ചവരുടെ പുനരുദ്ധാനമാണ് വിഷയം. तो इस अध्याय का जो मुख्य विषय यही है कि जो मरे हुओं का पुनरुत्थान के बारे में। മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് സംസാരിക്കുന്ന മുഴുവൻ അധ്യായവും അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ये मरे हुए लोगों का पुनरुत्थान कैसे होता है, कब होता है, इन सब बातों को इस अध्याय में लिखा हुआ। നമുക്കറിയാം, കൊരിന്ത്യ സഭയിൽ ചില ദുരുപദേശങ്ങൾ ഉണ്ടായി, മരിച്ചവർ ജീവിക്കുകയില്ല എന്നുള്ള ദുരുപദേശം. जैसा हम जानते हैं, कुरिन्थ की कलीसिया में एक ऐसा एक गलत शिक्षा आई कि जो लोग मर चुके हैं उनका पुनरुत्थान नहीं होगा। എന്നാൽ സത്യത്തിൽ നമുക്കറിയാം, പൗലോസ് ആത്മാവിൽ പറയുന്നു, അല്ല, മരിച്ചവർ ഉയർത്തും. लेकिन हम सब जानते हैं पौलुस आत्मा में भरकर इस बात को सही करता है कि मरे हुओं का पुनरुत्थान होगा। അതിന് അടിസ്ഥാനമായ കാരണം നമ്മുടെ കർത്താവ് ഉയർത്തു എന്നുള്ളതാണ്. इस बात का प्रमाण हमारे प्रभु यीशु मसीह का पुनरुत्थान से जोड़ा गया है। യേശു കർത്താവ് അതെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, ആദ്യ ഫലമായിട്ട് എഴുന്നേറ്റത് കൊണ്ട് നാം എല്ലാം നമ്മുടെ ഭാര്യയിൽ നമ്മുടെ സമയത്ത് നാം എല്ലാം എഴുന്നേൽക്കും. जिस प्रकार मसीह मुर्दों में से मरे हुओं में से जी उठा, पुनरुत्थान उसका हुआ, उस प्रकार हमारा भी एक समय आएगा तब हमारा पुनरुत्थान होगा। രാവിലെ ആ വായിച്ച വാക്യത്തിൽ വന്നിട്ട് ആ മറ്റൊരു ചിന്തിക്കാം. हम एक और बार उस वचन को पढ़कर हम आगे बढ़ेंगे। വായിക്കുന്നു, മലയാളത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 43-ാമത്തെ വാക്യം, യെസ്, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു.
ആ ഭാഗം മാത്രം ഏ പാർട്ട് ചിന്തിപ്പാൻ കർത്താവ് ये ശരണപ്പെടുകയാണ്. 15वां अध्याय का 43 वचन के जो शुरुआती भाग में इस प्रकार लिखा है, वो अनादर के साथ बोया जाता है और तेज के साथ जी उठता है। ഒന്നുകൂടെ വായിക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. एक और बार मैं पढ़ना चाहता हूँ, वो अनादर के साथ बोया जाता है और तेज के साथ जी उठता है। പലപ്പോഴും നാം വാക്യമെല്ലാം എത്രയോ തവണ മരണം വിട്ടുമെല്ലാം നമ്മൾ പ്രത്യാശയുള്ളവരെ പ്രത്യാശയുള്ളത് കൊണ്ട് വായിക്കാനുള്ള വാക്യമാണ് ഈ വാക്യങ്ങൾ. हो सकता है हम लोग कई बार इस वचन को पढ़ चुके हैं, हमें एक आशा देने वाला है कि ये वचन है। നാം വായിച്ചല്ലോ, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. हम यहाँ पढ़ रहे थे, वो अनादर के साथ बोया जाता है और तेज के साथ जी उठता है। ഒരു മരിച്ചവന്റെ ശരീരം, മരിച്ച വ്യക്തിയുടെ ശരീരം നാം അടക്കുന്നു. ആ അടക്കിയ അല്ലെങ്കിൽ മണ്ണിനോട് ചേർന്ന ശരീരം ഒരു ദിവസത്തിൽ തേജസ്സോടെ ഉയർക്കും. അതാണ് ഇവിടുത്തെ വിഷയം. तो यहाँ पे प्रियो, इसका विषय ये है कि हम जो जिस देह को हम यहाँ पे किसी के मरने के बाद, किसी के देह को हम गाड़ने के बाद वो एक दिन वापस जी उठेगा, वापस उठेगा, ये बात ये वचन कहता है। പൗലോസിന്റെ ഭാഷയിൽ ഈ അധ്യായത്തിന്റെ വിഷയം ഇതാണ്. നമ്മുടെ എല്ലാം ഭാവി ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ഈ അധ്യായത്തിലൂടെ തന്നെ പറയുക. इस अध्याय के द्वारा पौलुस यही कहना चाहता है कि हमारा भविष्य काफी उज्जवल है, काफी प्रज्वलित है। ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല, മരണം കൊണ്ട് തീരുന്നതല്ല എന്നുള്ള വലിയ ആത്മീയ സത്യമാണ് താൻ തെളിയിച്ചു ये പറയുന്നത്. बहुत बड़ा एक सत्य ये पौलुस ने कहा है कि हमारा जीवन इस धरती पे ही समाप्त नहीं होगा, एक आगे भी एक बहुत बड़ा जीवन हमारे लिए है। ഇന്ന് രാവിലെ ഈ സന്ദേശം ശ്രവിക്കുമ്പോൾ വളരെ പ്രത്യാശയോടെ പറയാ, കർത്താവേ എന്റെ ഭാവിയെ നാളെ കർത്താവെ നിന്റെ അനുഗ്രഹത്താൽ തേജസ്സേറിയ, അതെ ഞാൻ വായിക്കുന്ന പോലെ മഹത്വത്തോടെ നാം എല്ലാം വെളിപ്പെടേണ്ടവരാ. तो प्रिय, हम परमेश्वर को धन्यवाद करें कि हम परमेश्वर ने हमें ये मौका देने जा रहा है कि हमें तेज के साथ एक महिमा के तेज के साथ हम जी उठेंगे। അത് തൊട്ടു മുമ്പ് പൗലോസിൽ ഉദാഹരണത്തിലൂടെ കാര്യം വ്യക്തമാക്കുകയാ. और इसके पहले वाले आयतों में पौलुस एक उदाहरण देकर उस बात को कह रहा है। ഒരു ജീവനുള്ള വിത്ത് എങ്ങനെ മണ്ണിൽ വിതയ്ക്കുന്നുവോ, ആ വിത്ത് അല്പസമയം കഴിഞ്ഞ ശേഷം പുതിയൊരു വൃക്ഷമായി ഉയരുന്നത് പോലെ ആമേ പറയുന്നു, നീ ഇന്ന് മണ്ണിൽ ചേർക്കപ്പെടുന്നു, എന്നാൽ ഒരു ദിവസം തേജസ്സോടെ എഴുന്നേറ്റ് വരും. इसी अध्याय के इसी आयत के पिछले भागों में इस प्रकार वहां पे पौलुस एक उदाहरण देता है कि जिस प्रकार एक बीज को हम मिट्टी में गाड़ कर उसको एक पौधे का इंतजार करते हैं, तो जिस प्रकार वो बीज से फूट कर दाना निकल कर एक वृक्ष निकलता है, उस प्रकार हमारे में से भी एक तेज के समान हम जी उठेंगे। കാരണം നമുക്കറിയാം, കർത്താവ് തേജസ്സോടെ എഴുന്നേറ്റവനാണ്. क्योंकि हम जानते हैं प्रभु यीशु मसीह तेज के साथ जी उठा, ആമേ അപമാനത്തിൽ വിതയ്ക്കപ്പെട്ടു, वो अनादर के साथ वो बोया गया, കർത്താവ് തേജസ്സിൽ ഉയർത്തു. लेकिन मसीह तेज के साथ जी उठा। അതുപോലെ തന്നെ സകല വിശുദ്ധന്മാരും കർത്താവിൽ ആശ്രയിക്കുന്ന സകല ഭക്തനും അതുപോലെ ഉയർത്തെഴുന്നേൽക്കും. इसी प्रकार जितने भी भक्त जन है, विश्वासी जन है, जो प्रभु पे भरोसा रखते हैं, वे भी इसी प्रकार तेज के साथ जी उठेंगे। പല രീതിയിലുള്ള അപമാനങ്ങൾ സഹിച്ചുകൊണ്ടാണ് നാം ഇവിടെ അടക്കപ്പെടുന്നത്. प्रियो, हम यहाँ पर जो हमारा गाड़ा जाना होता है, हमारे गाड़े जाने से पहले कई सारी अनादर की बातें हमारे जीवन में आती हैं। ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് വിശുദ്ധന്മാർ എത്രയോ അപമാനങ്ങൾ സഹിക്കുന്നവരാണ്. हम जो मसीही जन है, हमारे जीवन में कितनी बार अनादर से भरी बातें आती हैं। അതൊരു മരണസമയത്ത് മാത്രം ചിന്തിക്കാതെ നാം എല്ലാം വലിയൊരു അപമാനം സഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. प्रियो, ये ना केवल मृत्यु की बात है, बल्कि हम अपना जीवन को भी रोजमर्रा के जीवन में अगर देखें तो हम अनादर के साथ जीते हैं। ഇന്ന് രാവിലെ ആമേൻ യോഗത്തിരിക്കുന്ന എത്രയോ പേർ അതുപോലെ ജീവിതത്തിൽ സുവിശേഷ നിമിത്തം ഈ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട്, ഈ വിശുദ്ധ സഭയുടെ ഭാഗമായതുകൊണ്ട് ലോകത്തിൽ എത്രയോ അപമാനം സഹിക്കുന്നു. हो सकता है आप में से भी यहाँ पे जितने लोग बैठे हैं, मसीह के लिए, सेवा के लिए, इस सभा में जुड़ने के लिए, फिर अलग अलग बातों में हम अनादर सहते हैं। നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം നാം അപമാനിക്കപ്പെടുകയാണ്. हम जहाँ पे रहते हैं, हम जिस प्रांत में रहते हैं, हम जहाँ पे अपनी नौकरी कामकाज करते हैं, वहां पर हम रोज अनादर सहते हैं। ആമേ ലോകത്തിലെ മനുഷ്യർ ഈ കാര്യങ്ങളുടെ സത്യം അറിയാത്തത് കൊണ്ട് നമ്മളെ മാറ്റി നിർത്തുന്നു. लेकिन हम जानते हैं संसार इस सत्य को नहीं जानता है जो हम जानते हैं, इसलिए संसार हमें अलग तरीके से हमसे बर्ताव करता ഈ है। വാക്യത്തെ രണ്ടായി തിരിക്കുമ്പോൾ അപമാനത്തിൽ വിതയ്ക്കുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. प्रियो, हम इस वचन को पढ़ रहे थे कि वो अनादर के साथ बोया जाता है,
तेज के साथ जी उठता है। രാവിലെ പ്രാർത്ഥനയോടെ ഇരുന്നാലേ ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാകൂ. प्रियो, हम प्रार्थना के साथ अगर बैठेंगे तभी हम इस आयत की गंभीरता को, गहराई को हम समझ सकते हैं। വിതയ്ക്കപ്പെടുന്നത് ഭൂമിയിലാണ്. प्रियो, हम यहाँ पर धरती पर बोए जाते हैं। ആമേൻ. മണ്ണിൽ വിതയ്ക്കപ്പെടുന്നു. हम प्रियो इस मिट्टी के अंदर बोए जाते हैं। ഭൗതിക ലോകത്തിൽ വിതയ്ക്കപ്പെടുന്നു. हम अब भौतिक, हमारा जो जीवन है वैसे हम भौतिक तरीके से हम बोए जाते ആമേൻ. हैं। നാം ഇന്നായിരിക്കുന്നിടത്ത് നാം വിതയ്ക്കപ്പെടുകയാണ്. लेकिन നാം ഇന്നായിരിക്കുന്ന ഈ നാട്ടിൽ ഈ ജീവിതത്തിൽ നാം വിതയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. लेकिन प्रियो, हम जहाँ पर अभी अपने जीवन को व्यतीत कर रहे हैं, हम बोए जा रहे हैं। ആമേൻ. ഇന്ന് രാവിലെ ആമേൻ സന്തോഷത്തോടെ പറയാൻ കർത്താവേ അപമാനങ്ങൾക്കായി സ്തോത്രം. प्रभु को धन्यवाद करें। प्रभु, अनादर जो भी प्रभु मेरे जीवन में आपने दिया उसके लिए धन्यवाद। ആമേൻ. ശ്രദ്ധിക്കണമേ, വചനം പറയുന്നു അപമാനത്തിൽ വിതയ്ക്കപ്പെടുകയാ. वचन इस प्रकार कहता है, अनादर के साथ बोया जाता है। ആമേൻ. നാം ഇവിടെ ബഹുമാനം ആഗ്രഹിക്കുന്നവരല്ല. प्रियो, हम यहाँ पर आदर मान सम्मान के पीछे भागने वालों में से नहीं। ഇവിടെ മാനം ആഗ്രഹിക്കുന്നവർക്കാണ് ഈ അപമാന നിമിത്തം ദുഃഖമുണ്ടാകുന്നത്. प्रियो, हम जिन्हें ये आदर के पीछे भागते हैं वो अनादर की बातों को सुनकर वे दुखित हो जाते എന്നാൽ ഈ हैं। അപമാനമാണ് നമ്മുടെ അവകാശമെന്ന്, ഇവിടുത്തെ അവകാശമെന്ന് മനസ്സിലാക്കിയാൽ അപമാനം ഒരു ദുഃഖം തരുന്നതായിരിക്കില്ല. लेकिन प्रियो, अगर हम इस बात को समझे कि संसार में रहकर हमें अनादर ही सहना है तो प्रियो हमें इस बात का दुख नहीं होगा। ലോകം നമ്മളെ അപമാനിക്കട്ടെ, प्रियो, संसार हमें अनादर करने पाए, നാട്ടുകാരും വീട്ടുകാരും നമ്മളെ അപമാനിക്കട്ടെ, आस पड़ोस के लोग, गांव के लोग, परिवार के लोग हमारा अनादर करने पाए, സുവിശേഷം നിമിത്തം നിന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണോ? क्या सेवा के लिए, सेवा करने के कारण आपको अलग करके रखा है? രാവിലെ സന്ദേശത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കണം. ഈ അപമാനം നമ്മുടെ തേജസ്സായി മാറും. प्रियो, एक बात को समझे, हमारे ये अनादर एक दिन तेज के समान बाहर आएगा। हमें സന്തോഷത്തോടെ അപമാനം സഹിപ്പാൻ നീ തയ്യാറാണോ? क्या आप एक खुशी खुशी अपना जीवन में अनादर सहने के लिए तैयार ഈ हैं? സുവിശേഷ നിമിത്തം സഹിക്കുന്ന അപമാനങ്ങൾ നമ്മുടെ തേജസ്സായി മാറുമെന്നത് കൊണ്ട് ഇന്ന് രാവിലെ ഈ സുവിശേഷനായി സ്തോത്രം പറയാം. सेवा के कारण, इस सुसमाचार के कारण हम जो अनादर सहते हैं, इस सुसमाचार के कारण ही एक दिन हम तेज के समान बाहर आएंगे। സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ നിമിത്തം നീ അപമാനം സഹിക്കുകയാണോ? ആമേൻ. നിന്റെ അപമാനങ്ങൾ തേജസ്സായി മാറും. अगर आप सेवा के कारण अनादर आज सह रहे हैं तो प्रियो, आपका अनादर एक दिन तेज के रूप में बदल जाएगा। കാരണം നമ്മുടെ കർത്താവ് അങ്ങനെ ആമേൻ തേജസ്സിൽ വെളിപ്പെട്ടവനാണ്. क्योंकि हमारा प्रभु यीशु मसीह उसी प्रकार तेज के साथ जी उठा है। ഹല്ലേലൂയ. आमेन। ആമേൻ. നാം വായിച്ച വാക്യം ആമേൻ അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. प्रियो, हम जहाँ पर रहते इस प्रकार लिखा है, अनादर के साथ बोया जाता है, तेज के साथ जी उठता है। നമുക്കറിയാം ആമേൻ മൃതശരീരം നാം അടക്കുമ്പോൾ ആ ശരീരം അവിടെ പറയുന്നു, ഞാൻ പരാജയപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, ആരോഗ്യമുണ്ടായത് പക്ഷെ രോഗം എന്നെ കീഴ്പ്പെടുത്തി, ഞാൻ നന്നായി ജീവിച്ചവനായത് പക്ഷേ ഈ എന്റെ പ്രായം ചെന്നതിനാൽ ഞാൻ ക്ഷീണിക്കുന്നു, ലോകത്തിൽ ഞാൻ പരാജയപ്പെടും, അപമാനിതനായി എന്നാണ് ആ ശരീരം നമ്മോട് പറയുന്നത്. लेकिन प्रियो, एक बात को हम समझे, जब हम एक लाश को देखते हैं, एक शव को अगर हम देखते हैं तो शव हमसे यही कहता है कि मैं हार गया हूँ, मैं बुढ़ापे के कारण मेरे में वो ताकत नहीं, मैं हार गया, ये बीमारी ने मुझे खत्म कर दिया, इस बीमारी के कारण मैं इस बीमारी से पराजित हो गया, ये बात हमसे एक शव कहता है। ആമേൻ. വിശുദ്ധന്മാരുടെ ആമേൻ ശരീരം, വിശുദ്ധന്മാരുടെ അതെ വിശുദ്ധ ശരീരങ്ങൾ നാം അടക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു പക്ഷെ അപമാനത്തിലാണോ അടക്കപ്പെടുന്നത്. പക്ഷെ നമുക്കറിയാം, വേദപുസ്തകം പറയുന്നു, നമ്മുടെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ തേജസ്സോടെ ഇറങ്ങി വരുമ്പോൾ, വിശുദ്ധന്മാരുമായി ഇറങ്ങി വരുമ്പോൾ ആമേൻ നാം വായിക്കുന്നു, ആമേൻ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. हम जानते हैं, मसीहो लोग भी जब मसीही लोग गुजरते हैं, उनके शवों को देखकर हमें भी यही लगता है कि अनादर के साथ इनका जीवन इस प्रकार समाप्त हो गया। लेकिन प्रियो, हम सब जानते हैं जिस प्रकार वचन में लिखा है, जब मसीह आएगा तो पहले जो मरे हुए हैं, जो मसीह में मरे हैं, वे जी उठेंगे, एक तेज के साथ जी उठेंगे, ये आशा हम में है। ആമേൻ. തന്റെ വിശുദ്ധന്മാരുമായി കർത്താവ് ഒരിക്കൽ മടങ്ങി വരും. वो अपने पवित्र जनों के साथ मसीह आएगा, ആഹ്ലാദത്തോടെ ഇറങ്ങി വരും. वो नरसिंगे फूके जाएंगे। ആമേൻ. അപ്പോൾ സകല വിശുദ്ധന്മാരും കർത്താവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. जो मसीह में पहले मरे हैं वे जी उठेंगे। ശരീരത്തോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും. जो शरीर में हम जो जिंदा है हम उसमें बदल जाएंगे। ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവനുള്ള പ്രത്യാശ. तो ये हमें मिला हुआ एक जीवित आशा है। ആമേൻ.
നിശ്ചയമായും നമ്മുടെ അപമാനം തേജസ്സായി മാറും. प्रियो हमारा अनादर एक दिन तेज के रूप में बदल ആമേൻ. നാം जाएगा। ക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരം നാം ധരിക്കും. प्रियो उस मसीह की महिमा का वो जो रूप है वो हम धारण ഈ करेंगे। ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം മാറി ഇതിന്റെ മുകളിൽ നാം തേജസ് ധരിച്ചവരായി കർത്താവിനെ കാണുവാൻ വേണ്ടി നാം മേഘങ്ങൾ എടുക്കപ്പെടും. इस संसार के अनादर की बातें, बुराई की बातें, उन सबको छोड़कर हम मसीह की जो देह है, मसीह का जो 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 रूप है वो हम एक दिन धारण करेंगे। അപ്പോൾ ഓർക്കുക, നമ്മുടെ അപമാനങ്ങളെല്ലാം മാറുവാൻ പോവുകയാണ്. प्रियो हम एक बात को समझे, हमारा जो अनादर हम जीवन में सहते हैं वो एक दिन हटने वाला है, मिटने वाला है। ആമേൻ. ഈ അപമാനത്തെ ദിനങ്ങൾ എണ്ണപ്പെട്ടതാണ്. प्रियो एक बात को समझे, जो अनादर का जो जीवन है ये गिना हुआ है, काफी क्षण भर का है। എന്നാൽ തേജസ് ദിനങ്ങൾ നാം വായിക്കുന്നു, എറ്റേണൽ ലൈഫ്, നിത്യത, എണ്ണിത്തീർക്കാത്ത, എണ്ണിയാൽ തീരാത്ത അനന്തമായ നാളുകൾ നാം കർത്താവിനോട് ഒരുമിച്ച് തേജസ്സോടെ നാം വസിക്കും. एक बात को हम याद रखें कि तेज के साथ हम जब जी उठेंगे वो एक अनंत जीवन होगा। युगान युग काल के लिए हम मसीह के साथ, मसीह के सामने हम तेज के साथ अपने जीवन को आगे बढ़ाएंगे। അപ്പോൾ ഓർക്കുക, ഈ അപമാനം എന്നേക്കുമുള്ളതല്ല. तो एक बात को समझे, ये अनादर का जो जीवन है ये जिंदगी मतलब हमेशा के लिए नहीं है, पल भर के लिए है। ആമേൻ. ഈ അപമാനത്തിന്റെ ദിനങ്ങൾ വേഗത്തിൽ അവസാനിക്കും. ये अनादर का जो जीवन है बहुत जल्दी खत्म हो जाएगा, समाप्त हो വായിക്കുന്നു, जाएगा। തേജസ്സിൽ ഉയർക്കുന്നു. प्रकार लिखा है तेज के साथ जी उठता है, തേജസ്സിൽ ഉയർക്കുന്നു. तेज के साथ जी उठता है। തേജസ് എന്നതിന്റെ മൂലഭാഷയിൽ ഡോക്സ എന്ന പദമാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. प्रियो ग्रीक भाषा में जो तेज जो शब्द है इसका अर्थ है डोक्सा। ഡോക്സ എന്നാൽ ആമേൻ വെട്ടിത്തിളങ്ങുന്ന എന്ന അർത്ഥം. एक बात तो समझे, इसका ये डोक्सा जो शब्द है इसका अर्थ है कि ये फूट कर प्रज्वलित होना। ശ്രദ്ധിക്കുക, ഇന്ന് അപമാനത്തിൽ അടക്കുന്നു, आज हम अनादर के साथ हम गाड़े जाते हैं, എന്നാൽ തേജസ്സിൽ ഉയർക്കുന്നു. लेकिन हम कल एक तेज के साथ जी उठेंगे। ആമേൻ. ശ്രദ്ധിക്കുക, ലോകവുമായി ബന്ധപ്പെടുമ്പോഴല്ല അപമാനത്താൽ നിറയപ്പെട്ട കാര്യങ്ങൾ. जो हम लोग संसार में अपने बातों को हम देखते हैं, इधर उधर की बातों में ध्यान देते हैं, हमें अनादर मिलता എന്നാൽ है। കർത്താവുമായി നാം ചേർത്ത് പഠിക്കുമ്പോൾ നമ്മുടെ ഭാവി തേജസ്സേറിയതാണ്. लेकिन हमारे जीवन में अगर हम मसीह को जोड़ देते हैं तो हमारा भविष्य प्रज्वलित होता है, तेज के साथ हम जी उठेंगे। ഏതെങ്കിലും രീതിയിൽ സുവിശേഷ വേല നിമിത്തം നീ അപമാനിക്കപ്പെടുകയാണോ? ഇന്ന് പകലിൽ ദൈവത്തിന്റെ ഈ ആത്മാവ് രാവിലെ സമയത്ത് നമ്മുടെ സന്ദേശം ഇതാണ്: നീ നിരാശപ്പെടേണ്ട, നിന്റെ അപമാനം തേജസ്സായി മാറുവാൻ പോകുന്നു. अगर आज आप सेवा के कारण अनादर को सह रहे हैं, सेवा के कारण, सुसमाचार के कारण आप अनादर को सहते हैं, तो मसीह आज आपसे ये बात कहना चाहता है, आपके अनादर के दिन गिने हुए हैं, एक तेज के साथ प्रभु आपका अनंत जीवन तैयार किया है। റോമാലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. प्रियो रोमी उसका 18वां अध्याय റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. रोमियो की किताब उसका 18वां अध्याय उसके 12वें वचन में इस प्रकार लिखा हुआ है। 8 रोमी उसका 8वां अध्याय उसके 18वें वचन में इस प्रकार लिखा है, क्योंकि मैं समझता हूँ कि इस समय के दुख और क्लेश उस महिमा के सामने जो हम पर प्रकट होने वाली है कुछ भी नहीं है। ആമേ. കണ്ടോ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. कुछ भी नहीं। വായിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ്, हम एक बात को समझे, हमारे द्वारा जो एक बहुत बड़ा तेज निकलने वाला है। ആമേ, നമ്മൾ തേജസ്സിൽ വസിപ്പാനുള്ളവരാണ്. हम तेज में रहने के लिए, तेज में जीवन को व्यतीत करने के लिए बुलाए गए। അതുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടങ്ങൾ ആമേ നമുക്ക് സാരമില്ല എന്ന് മനസ്സിലാക്കാം. तो हम इस बात को समझें कि इस जीवन काल की जो अनादर की बातें हैं, दुख की बातें हैं, ये सब हमारे लिए कुछ भी नहीं। ഈ കഷ്ടങ്ങൾ വേഗത്തിൽ അവസാനിക്കും. ये जो कष्ट के दिन है, दुख के दिन है, बहुत जल्द समाप्त होंगे। എന്നാൽ ആ മഹത്വത്തിന്റെ ദിനം, തേജസ്സിന്റെ ദിനം, നാം ആ ഡോക്സയെ ധരിക്കുന്ന ദിനം വേഗത്തിൽ വരികയാണ്. लेकिन प्रियो, हम जो वो डोक्सा का रूप, जो महिमा और तेज का रूप जो हम धारण करेंगे वो अनंत काल के लिए है। പറയുന്നു, ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. प्रियो, यहाँ पे इस प्रकार लिखा है, इस समय का दुख और क्लेश उस महिमे का सामने कुछ भी नहीं। രാവിലെ ശ്രദ്ധിക്കണമേ. ആമേൻ. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ് ഉയർക്കുന്നു. एक बात समझे, हम अनादर के साथ बोए जाते हैं, तेज के साथ जी उठते हैं। നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. एक और आयत को हम पढ़ेंगे। 2 കൊരിന്ത്യ ലേഖനം 2 कोरिन्थियों 4-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ. चौथे अध्याय का 16 और 17 और 18। 2 Corinthians chapter 4 verse 17 and 18. यहाँ पे इस प्रकार लिखा है, क्योंकि हमारा पल भर का हल्का सा क्लेश हमारे लिए बहुत ही महत्वपूर्ण और अनंत महिमा उत्पन्न करता जाता है, और हम तो
हम तो देखी हुई वस्तुओं को नहीं परंतु अनदेखी वस्तुओं को देखते रहते हैं, क्योंकि देखी हुई वस्तुएं थोड़े ही दिन की है परंतु अनदेखी वस्तुएं सदा बनी रहती हैं। നെടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. തേജസ്സിന്റെ ഇപ്പോഴത്തെ കഷ്ടങ്ങൾ മാറി പൗലോസ് പറയുന്നു, ആമേ തേജസ്സിന്റെ നിത്യഘനം പ്രാപിക്കുന്ന വിശുദ്ധന്മാർ ഓർക്കുക, ആമേൻ ഈ കഷ്ടങ്ങൾ വേഗത്തിൽ അവസാനിക്കും, നാം തേജസ്സിനെ ധരിപ്പാൻ പോകുന്നു. पौलुस इस प्रकार हमसे ये कहना चाहता है कि ये दुख भरे जो जीवन है, जो कष्ट भरे जीवन है, ये समाप्त होंगे, बड़े ही थोड़े दिन के हैं, लेकिन मसीह में जो हमारी आशा है, वो जो अनंत काल की जो आशा है वो इससे ज्यादा तेजित होगी, प्रज्वलित होगी। इस बात को पौलुस हमसे कहना चाह रहा है। ഓർക്കുക, ഇന്ന് രാവിലെ ആമേൻ നമ്മുടെ ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ. एक बात हम याद रखें कि हमारा दुख बहुत जल्द ही समाप्त होने ഈ वाला है। അപമാനത്തെ ഓർത്ത് നാം നിരാശപ്പെടേണ്ട. प्रियो, हम इस अनादर के कारण हम प्रियो अपने जीवन में निराश ना हो। ആമേൻ നാം ഇവയെ കണ്ട് പിറുപിറുക്കേണ്ട ആവശ്യമില്ല. प्रियो, हम दुखों को देखकर हम प्रियो बुड़बुड़ाए नहीं, कुड़कुड़ाए नहीं। വെളിപ്പെടുവാൻ പോകുന്ന തേജസ്സിനെ ഓർത്ത് സ്തോത്രം പറയാം ഇന്ന് രാവിലെ. अनंत काल के लिए हमारे द्वारा एक तेज उत्पन्न होने वाला है, उसके लिए परमेश्वर को धन्यवाद നന്ദിയോടെ പറയാൻ കർത്താവ് ഈ അപമാനങ്ങൾക്കായി സ്തോത്രം. प्रभु को धन्यवाद करें। प्रभु धन्यवाद आप इस अनादर के लिए। ആമേൻ നാം തേജസ്സിൽ ഉയർക്കുവാൻ പോകുന്നു. प्रभु आप मुझे प्रभु एक तेज के साथ जी उठाने वाला है। धन्यवाद। ഹല്ലേലൂയ. आमेन। നാം തേജസ്സിൽ ഉയർക്കപ്പെടും. प्रियो, हम तेज के साथ जी उठेंगे। മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന് 21-ാമത്തെ വാക്യം. मत्ती रचित सुसमाचार उसका 25वां अध्याय उसके 21वें वचन में इस प्रकार वहां पे लिखा हुआ है। यहाँ लिखा है, उसके स्वामी ने उसको कहा, धन्य है अच्छे और विश्वास योग्य दास, तू थोड़े में विश्वास योग्य रहा, मैं तुझे बहुत वस्तुओं का अधिकारी बनाऊंगा, अपने स्वामी के आनंद में सहभागी हो। ഓർക്കുക, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. यहाँ पे तुम्हारे स्वामी के आनंद में सहभागी हो। ഇന്ന് രാവിലെ ഓർക്കുക, ആമേൻ കഷ്ടങ്ങളെല്ലാം മാറിയിട്ട് വലിയ തേജസ്സിലേക്ക് നാം പ്രവേശിക്കുന്നു. एक बात समझे, दुख जो कष्ट है ये हमारा समाप्त होकर हम एक बड़े तेज में हम प्रवेश करने वाले हैं। ദാസൻ എന്ന പദവിയിൽ നിന്ന് പുത്രൻ എന്ന പദവിയിലേക്ക് മാറുകയാണ്. हम एक दास की जो पदवी है वहां से बढ़कर हम परमेश्वर के पुत्र के वो पदवी में हम जा रहे हैं। ആമേ വലിയ തേജസ്സിനെ നാം ധരിപ്പാൻ तो പോകുകയാണ്. हम एक बहुत बड़ी तेज को हम धारण करने जा रहे हैं। വലിയ തേജസ്സിനെ നാം ധരിപ്പാൻ പോകുന്നു. बहुत बड़ी तेजस्व को हम अपने ऊपर हम धारण करेंगे, रूप में बदल जाएंगे। ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്. फिलिपियों की किताब में पौलुस इस प्रकार हमसे कहता है, 3-ാം അധ്യായം 20-ാം വാക്യം. 3 अध्याय के 20वें वचन में इस प्रकार लिखा है। എല്ലാവരും വാക്യം ശ്രദ്ധിക്കണമേ. सभी जन इस आयत को ध्यान से पढ़ेंगे। फिलिपियों उसका 3 अध्याय 20 और 21 20वें और 21वें वचन में इस प्रकार लिखा है, पर हमारा स्वदेश स्वर्ग पर है और हमें को उद्धार करता प्रभु यीशु मसीह के वहां से आने की बाट जो रहे हैं, वो अपनी शक्ति के उस प्रभाव के अनुसार जिसके द्वारा वो सब वस्तुओं को अपने वश में कर सकता है, हमारी दीनहीन देह का रूप बदल कर अपनी महिमा के देह के अनुकूल बना देगा। ഓർക്കുക, ആമേൻ ദീൻഹീൻ, ആമേൻ ഇപ്പോൾ ഈ താഴ്ചയുള്ള ശരീരത്തെ വാക്യം വായിക്കുന്നു, തന്റെ മഹത്വമുള്ള ഡോക്സയെ ധരിക്കുന്ന വലിയ ഗ്ലോറിയസ് ബോഡി, ഒരു വലിയ महत्वपूर्ण വെളിപ്പെടും। इस 21वें वचन में आखिरी में इस प्रकार लिखा है, हमारी दीनहीन देह को रूप में बदलकर, एक तेज के रूप में बदलकर, एक दोक्सा के रूप में बदलकर अपने अनुकूल बना देगा। അങ്ങനെയെങ്കിൽ ഈ അപമാനത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കണമോ? तो प्रियो, हम ये सब बातों को जब हम सुनते हैं तो क्या हम अनादर की बातें, दुख की बातों को सुनकर क्या हम रोएंगे? നമ്മുടെ ഭാവി എത്ര അനുഗ്രഹമാണെന്നുള്ള ആത്മീയ സത്യം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ आनंद കൊണ്ട് നിറയട്ടെ। जब ये आत्मिक सत्य हम जब सुनते हैं कि हम अनंत काल में उस महिमा के रूप में बदल जाएंगे, इस बात को सुनकर प्रियो हमारा अंदर एक आनंद आ जाना चाहिए। അപമാനങ്ങളെല്ലാം മാറുവാൻ പോകുന്നു। प्रियो, हमारे अपमान और हमारा अनादर एक दिन मिट जाएगा। हमें तेजसोടെ നാം ഉയർക്കും। तेज के साथ प्रियो हम जी उठने वाले हैं। ഓർക്കുക, तेजसോടെ നാം ഉയർക്കും। प्रियो याद रखें, तेज के साथ जी उठेंगे। ഈ വാക്യം ഇങ്ങനെ ധ്യാനിച്ച് പഠിച്ചപ്പോൾ എന്റെ ഉള്ളിൽ ദൈവാത്മാവ് മറ്റൊരു ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ। तो जब मैं इस वचन को पढ़ रहा था तो पवित्र आत्मा ने दिया हुआ एक दूसरी एक बात को मैं कहकर समाप्त करूंगा। പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ। प्रार्थना के साथ इस बात को ग्रहण करें।
യെസ്, കർത്താവിന്റെ വലിയ മഹത്വം വെളിപ്പെടുന്ന നാളിൽ वो जब परमेश्वर की महिमा जब प्रकट होगी, ആമേൻ, നമ്മുടെ മേൽ വെളിപ്പെടുവാൻ പോകുന്ന വലിയ ദൈവിക തേജസ് ഉണ്ട്. जब हमारे ऊपर उस समय एक बहुत बड़ा तेज, बहुत बड़ी महिमा प्रकट होगी। ആമേൻ, ഇന്ന് എത്രയോ വിശുദ്ധന്മാർ നാം അറിയാതെ അവർ ആമേൻ അടക്കപ്പെടുന്നു. हम नहीं भी जानते ऐसे कई सारे प्रभु के जन आज भी अभी भी प्रियो मारकर गाड़े जा रहे हैं। ആമേൻ, ലോകർ അവരെ മാനിച്ചില്ല, അവരെ ബഹുമാനിച്ചില്ല. संसार उनका आदर नहीं किया, संसार उनका सम्मान नहीं किया। എന്നാൽ കർത്താവിന്റെ നാളിൽ അവരെല്ലാം എഴുന്നേൽക്കും. लेकिन जब मसीह का दिन आएगा तब वे सब जी അവർ उठेंगे, തേജസ്സോടെ എഴുന്നേൽക്കും. वे तेज के साथ बाहर ആ आएंगे, മഹത്വത്തോടെ എഴുന്നേൽക്കും. वो महिमा के साथ जी उठेंगे। ആമേൻ, ലോകർ ഉറങ്ങുമ്പോൾ അവർ എഴുന്നേൽക്കും. जब संसार सोएगा वे जी उठेंगे। ആമേൻ, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. जो मसीह जो पहला प्रतिफल है, उसके बाद हमें जो उस प्रतिफल में जोड़ा गया ആമേൻ, है। നമ്മുടെ കർത്താവ് ഇറങ്ങി വരുമ്പോൾ തന്നെ വിശുദ്ധന്മാർ ഉയർക്കും. जब मसीह वो उस वर्ग से नीचे आएगा तब जो हम मरे हैं वो जी उठेंगे। അന്ന് നാം ശരീരത്തോടെങ്കിൽ നാം രൂപാന്തരപ്പെട്ട് അവരോട് കൂടെ ചേരും. अगर प्रियो उस समय हम जीवित रहेंगे तो हम रूप बदल कर उस मसीह के साथ हवा में मिलेंगे। ആമേൻ, നമ്മുടെ അപമാനം മാറി നാം മഹത്വമുള്ളവരായി മാറും. प्रियो हमारा अनादर भरा ये जीवन जो शरीर है, ये बदल कर हम महिमा के तेज में आ जाएंगे। ആമേൻ, നാം മഹത്വത്തെ ധരിക്കുന്നവരായി മാറും. हम महिमा के रूप को धारण करने वालों में से हो ഈ जाएंगे। കഷ്ടതയെ നോക്കി പറയണം, ആമേൻ, ഞാൻ മഹത്വം ധരിക്കാൻ പോകുന്നവനാണ്. ये कष्टों को देखकर हम कहें कि हम महिमा को धारण करेंगे। ആമേൻ, ഈ കഷ്ടങ്ങൾ ദിനങ്ങൾ അവസാനിക്കാൻ പോകുകയാണ്. ये कष्ट के दिन समाप्त होने वाले हैं। ശ്രദ്ധിക്കണമേ, അപ്പോൾ പല കാര്യങ്ങൾ നാം ദൈവനാമത്തിനു വേണ്ടി അതേ കഷ്ടം സഹിച്ച് അടക്കപ്പെടുന്ന മറയപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. प्रियो, हम जब अपने जीवन को हम व्यतीत करते हैं तो अनादर के साथ कई सारी बातें हैं जो हमें सम्मानित नहीं करती हैं, हम ऐसे ही बोए जाते हैं। ദൈവനാമത്തിൽ വിതയ്ക്കപ്പെട്ട ഒരുപാട് വിത്തുകൾ നാം വാരി വിതറിയ, നേരത്തെ നമ്മൾ കേട്ടതുപോലെ നാം എറിഞ്ഞ ഒരുപാട് അപ്പങ്ങൾ, हमें കാണാതെ മറഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. हम प्रियो कई सारी बातें जब हमारे जीवन में व्यतीत होती हैं जो और किसी को नहीं पता है, हम उसे बो देते हैं। പലപ്പോഴും ചിന്തിക്കും, കർത്താവേ, ഒന്നും വെളിപ്പെട്ട് വരുന്നില്ലല്ലോ. तो हम ऐसा सोचते हैं, प्रभु हमने जो बोया था, हमने जो सोचा था वैसा हो क्यों नहीं रहा है? ഒരുപാട് കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ. प्रियो कई सारी चीजें जो ढक के अभी रखी हुई है, ढापी गई हुई है। പലപ്പോഴും നാം ചിന്തിക്കുന്ന, ദൈവമേ, അത് പരാജയപ്പെട്ടു പോയ ആ മേഖലകൾ. क्या हम फिर सोचते हैं, प्रभु जो हमने वहां पे रखा था, क्या वो हम हार गए हैं, क्या हम पराजित हो गए हैं? ഇന്ന് രാവിലെ ആത്മാവിൽ ഈ സന്ദേശത്തിന്റെ മുഖ്യഭാഗം ശ്രദ്ധിക്കണമേ. प्रियो आज इस वचन के इस मुख्य भाग को हम ध्यान से सुने। ഇതൊരു വലിയ ട്രഷറായി നാം സേവ് ചെയ്ത ഇടങ്ങളാണ്. प्रियो ये जो बातें हम ढक कर परमेश्वर के सामने रखते हैं, ये एक खजाने के तौर पे, एक 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 धन के तौर पे एक दिन बाहर आएगा। ഇന്ന് രാവിലെ ശ്രദ്ധിക്കുന്നു, അതെല്ലാം വെളിപ്പെട്ട് വരും. वो एक दिन, एक बात को ध्यान दे, वो एक दिन बाहर आएगा, നിശ്ചയമായും വെളിപ്പെട്ട് വരും. वो एक दिन प्रकट होगा। കർത്താവിന്റെ നാളിൽ പ്രകടമാകും. जो परमेश्वर का दिन, मसीह का दिन आएगा, उस दिन वो प्रकट चीजें നീ ദൈവത്തിന് വേണ്ടി മുടക്കിയ ആ വലിയ തുകകളുണ്ടല്ലോ, നന്മകൾ, ഭൗതിക നന്മകൾ, അവയുടെ എല്ലാം നന്മകൾ വെളിപ്പെട്ട് വരും. प्रियो जब हम इस मसीह जीवन में, मसीह की सेवा के लिए हम जो जो चीजों के लिए बलिदान किए हैं, मसीह के जीवन में व्यतीत करने के लिए कई सारी भौतिक चीजों को छोड़कर हम उसे बो दिए हैं, वो एक दिन प्रकट होगी। ദൈവനാമത്തിന് വേണ്ടി ചിലവഴിച്ച സമയത്തിന്റെ പ്രതിഫലങ്ങൾ അവ പ്രകടമാകും. तो मसीह की सेवा के लिए हमने अपना समय व्यतीत किया, मसीह की सेवा के लिए अपने समय को अपने खर्च किया, वो एक दिन प्रकट होगा। ഒരുപക്ഷെ നാം ചിന്തിക്കും, ദൈവമേ, അവയെല്ലാം മണ്ണിനടിയിൽ മൂടപ്പെട്ടതുപോലെ കിടക്കുകയാണോ? हम ऐसा सोचते हैं, प्रभु हमने उसे वहां पे बो दिया, हमने उसे गाड़ दिया, क्या वो उस मिट्टी के अंदर वो दबा ही रहेगा? കർത്താവേ, ഇത് വെളിപ്പെടുകയില്ലയോ എന്ന് ഓർത്ത് ഭാരപ്പെടുകയാണെങ്കിൽ, क्या प्रभु ये जो मैंने समय खर्च किया, ये जो मैंने चीजें मेहनत करी, ये क्या एक दिन प्रकट नहीं होंगी? ये एक बोझ हमें होता है। ശ്രദ്ധിക്കുക, ഒരു നാൾ കാഹളം മുഴങ്ങും. एक बार प्रियो हम एक बात को ध्यान दे, एक दिन नरसिंगा फूका കർത്താവിന്റെ ദിനം പ്രകടമാകും. मसीह का दिन प्रकट होगा। ആ ദിനം അവ ഉയർത്തെഴുന്നേൽക്കും. उस दिन वो जो बातें जो ढक के रखी हैं, वो चीजें प्रकट होंगी। അവ പ്രകടമാകും. वो चीजें प्रकट होंगी, ഒന്നും മറഞ്ഞിരിക്കുകയില്ല. कुछ भी चीजें ढकी नहीं रहेंगी। ഇന്ന് രാവിലെ സന്ദേശത്തെ കാലം ശ്രദ്ധിക്കണമേ, ഒന്നും മറഞ്ഞിരിക്കുകയില്ല. मसीह आज हम इस वचन के भाग को हम समझे, कोई भी चीजें ढकी ना रहे। ലോകത്തിന്റെ ഒരു ശക്തികളും ഈ നന്മയെ അടക്കി വെക്കുവാൻ ബലമുള്ളതല്ല. संसार की कोई भी ताकतें इन चीजों को छुपाने के लिए, संसार की कोई भी बातें इस चीजों को रोक नहीं सकती। ഈ നന്മകൾ എത്ര മണ്ണിനടിയിൽ എത്ര താഴേക്ക് പോയാലും, എത്ര അധികം അതിന് മുകളിൽ മണ്ണ് വീണാലും
ഒരു നാൾ അവയെല്ലാം പ്രകടമാകും. ഹല്ലേലൂയ. കർത്താവിന്റെ കാഹളനാദത്തിങ്കൽ അവയെല്ലാം പുറത്തു വരുന്ന വിശുദ്ധന്മാരെ പോലെ. ആമേ, യെസ്, ഓർക്കുക, ഇന്ന് രാവിലെ ഒന്നും മറഞ്ഞിരിക്കുകയില്ല. ആമേ, കർത്താവിന്റെ കരം നീട്ടുമ്പോൾ നന്മകൾ പുറത്തു വരും. ആമേ, കർത്താവ് വെളിപ്പെടുമ്പോൾ അവ ഉയർത്തെഴുന്നേൽക്കും. യെസ്, ഹല്ലേലൂയ. തേജസ്സോടെ തേജസ്സോടെ തേജസ്സോടെ. ഹല്ലേലൂയ. നീ അപമാനത്തിൽ വിതച്ചു, അപമാനത്തിൽ വിതയ്ക്കപ്പെട്ടു. തേജസ്സോടെ, മഹത്വത്തോടെ, വലിയ പ്രഭയോടെ ആമേ, കർത്താവിന്റെ നാളിൽ അവ പുറത്തു വരും. ഹല്ലേലൂയ. രാവിലെ മനസ്സുറച്ചിരിക്കട്ടെ. ആമേ, അപമാനത്തിൽ വിതയ്ക്കുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. जो तेज के साथ हम एक दिन जी उठेंगे। भले ही संसार में हम अनादर के साथ, दुख के साथ, कष्ट के साथ अपने जीवन को व्यतीत करते हैं। हम सोचते हैं, हे प्रभु मैंने अपना समय दिया, हे प्रभु मैंने अपना धन दिया, मैंने अपना परिवार छोड़ा, प्रभु क्या ये सब बातें प्रभु ये सब ढकी रहेंगी, कोई इन्हें जान नहीं पाएगा। लेकिन प्रियो, जब मसीह का दिन आएगा, जब तुरही फूकी जाएगी, चाहे हम जितने भी गहराई में हम गाड़े क्यों ना जाए हो, चाहे हमारा समय, चाहे हमारा धन जितना भी नीचे गाड़ा क्यों ना गया हो, जब मसीह का दिन आएगा, मसीह बादलों पर आएगा, हम उसके रूप में बदल जाएंगे। हम जो मरे हैं, जो मर चुके हैं, उसका रूप धारण कर तेज के साथ जी उठेंगे। ये विश्वास के साथ जितने लोग परमेश्वर को आनंद के साथ परमेश्वर को धन्यवाद कर सकते हैं। ശ്രദ്ധിക്കണം, തേജസ് ഉയർക്കപ്പെടും. हम प्रियो तेज के साथ जी उठेंगे। ആത്മാ പറയാമോ, തേജസ് ഉയർക്കപ്പെടും. हम आत्मा में कहें, हम तेज के साथ जी उठेंगे। ആമേൻ. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കപ്പെടും. हम अनादर के साथ बोए जाते हैं, तेज के साथ जी നീ उठेंगे। ദൈവനാമത്തോട് എന്തെല്ലാം വിതച്ചിട്ടുണ്ടോ അവയെല്ലാം എഴുന്നേറ്റ് വരും. मसीह के लिए जो हम चीजों को हमने बोया है, वो एक दिन बाहर आएगा। ആമേ, നീ വിതച്ച, ആമേ, നീ വാരി എറിഞ്ഞ, ആമേ, ആ അപ്പം മടങ്ങി വരും. हमने जो बोया है, वो एक दिन वो फूट कर बाहर निकलेगा। ആമേ, ആ വിത്തുകൾ ആമേ വൃക്ഷമായി പുറത്തേക്ക് വരും. हमने जो बीज को बोया था, वो बीज एक दिन वृक्ष के समान बाहर निकलेगा। ആമേ, നിശ്ചയമായും വെളിപ്പെട്ട് വരും. वो एक दिन प्रिय प्रकट जरूर होगा। ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ മർത്യ ശരീരങ്ങൾ ജീവിക്കപ്പെടും. जो मसीह का आत्मा, जो मसीह को मृतकों में से जिलाया, वो आत्मा हम में है, तो मसीह का आत्मा हमें भी एक दिन जिलाएगा। ആമേ, ദൈവനാമത്തിന് വേണ്ടി നാം എന്തെല്ലാം നാം നിക്ഷേപിച്ചിട്ടുണ്ടോ അവയെല്ലാം നമ്മയായി പുറത്തു വരും. जो मसीह के सेवा के लिए हमने जो कुछ भी खर्च किया, वो एक दिन प्रकट होगा। ഒരു പ്രാവശ്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. एक बात और बोलकर मैं समाप्त करना चाहता हूँ। കാഹളം ധ്വനിക്കും. जब नरसिंगा फूका जाएगा, മരിച്ചവർ അക്ഷയരായി जो ഉയർത്തെഴുന്നേൽക്കും. मसीह में मरे हैं, वो रूप धारण कर जीवन जी उठेंगे। വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. हम जो जीवित होंगे, वो मसीह के साथ हवा में मिलेंगे। കർത്താവിനെ എതിരേൽപ്പാൻ നാം ഒരുമിച്ച് മേഘങ്ങളിൽ वो പ്രകടമാകും. मसीह को देखने के लिए मसीह का रूप धारण कर हम हवा में मसीह से मिलेंगे। ഇങ്ങനെ നാം എന്നും അവരോട് കൂടെ വസിക്കും. फिर उसके बाद हम अनंत काल के लिए मसीह के साथ जिएंगे। ഓർത്തിരിക്കുക, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. हम याद रखें, अनादर के साथ हम बोए जाते हैं, तेज के साथ जी उठेंगे। കാരണം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. क्योंकि हमारा मसीह तेज के साथ जी उठा। ആമേ, റോമൻ ഗവൺമെന്റിന്റെ നിയമങ്ങളെ തോൽപ്പിച്ച്, जो रोमी सरकार, रोमी साम्राज्य के जो नियम थे, वो सबको हरा कर, ആമേ, നമുക്കറിയാം, വിരോധികൾ കാത്തു നിൽക്കെ, ആമേൻ, കാത്തു നിന്നവർ മൃതന്മാരെ പോലെയായി. ആമേൻ, റോമൻ സർക്കാരിനെയും യഹൂദ നിയമത്തിന്റെയും മരണത്തെയും എല്ലാം തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റെങ്കിൽ നിശ്ചയമായും നാം वो എഴുന്നേൽക്കും. जो कब्र के बाहर पहरेदारी करने वाले रोमी सैनिक थे, वो मृतक समान हो गए मसीह के तेज को देखकर। मसीह ने जो रोमी साम्राज्य के नियमों को तोड़कर, मृत्यु को हराकर तेज के साथ जी उठा है, तो ക്രൂശിൽ അതെ വധിക്കപ്പെട്ട കർത്താവ് जो क्रूस में हमारे लिए वध हुआ मेमना, അപമാനത്തോടെ താൻ വിതയ്ക്കപ്പെടുകയാണ്. वो अपमान के साथ कब्र में बोया गया। രാജാതി രാജാവായിരുന്നിട്ടും കുറ്റവാളിയെ പോലെ താൻ മരിക്കുന്നു. वो राजाओं का राजा होकर भी अनादर के साथ अपमानित होकर बोया गया। സൈനികത്തിന്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുന്നു. सैनिक उसके कपड़े फाड़ दिए, ലാൽ ബാഗ ചുവന്ന വസ്ത്രം ധരിപ്പിക്കുന്നു. उस मसीह को उन्होंने लाल बागा पहनाया, സാധാരണ വടി കൊണ്ടടിക്കുന്നു. साधारण छड़ी से उसे पीटा। ആമേൻ. തന്നെ നിരവധി അപമാനങ്ങൾ, തലയിൽ മുൾക്കിരീടം, सर पर कांटों का ताज पहनाया। ബാർ ബാർ മാർത്തെ രഹെ, വീണ്ടും വീണ്ടും കർത്താവിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. मसीह को इतना अपमानित किया, उसे बार बार मारते रहे, ചാട്ടവാർ കൊണ്ടടിക്കുന്നു. उसे कई मतलब कोड़ों से मारा। ആ വലിയ ക്രൂശിൻ ചുമന്നുകൊണ്ടുള്ള കർത്താവിന്റെ യാത്ര, वो भारी क्रूस को लेकर वो मसीह की जो यात्रा को हम देखेंगे, तो ഓരോ ചുവടുകളെ നോക്കി നമുക്ക് പറയാം, അപമാനത്താൽ വിതയ്ക്കപ്പെടുക. हर कदम प्रिय हम जब देखेंगे मसीह के हर कदम को हम ये समझेंगे, तो अनादर के साथ, अपमान के साथ वो चल रहा था। അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു. अपमान के साथ वो बोया जा रहा था।
മറ്റൊരു വ്യക്തിയുടെ കല്ലറയിൽ അടക്കപ്പെടുന്നു. एक दूसरे किसी व्यक्ति के कब्र में उसे गाड़ दिया गया। മഹാരാജാവിന്റെ പുത്രൻ ഒരു ദാസനെ പോലെ അപമാനിക്കപ്പെടുകയാണ്. जो परमेश्वर का जो पुत्र है वो एक दास के समान, एक सेवक के समान कब्र में उसे रख दिया। എന്നാൽ നാം വായിക്കുന്നു ആ അപമാനത്തിന്റെ ദിനങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. लेकिन फिर हम जानते हैं वो अपमान के दिन बड़े ही थोड़े के दिन थे, वो समाप्त हो गए। സ്വർഗദൂതന്മാർ ഇറങ്ങി വരുന്നു. स्वर्गदूत नीचे प्रकट हुए। ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു. मसीह का जो महिमा था वो बाहर निकला। ജീവൻ വെളിപ്പെട്ടു വരുന്നു. जीवन को फूट कर जीवित होकर बाहर निकला। ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, സകല മുഴങ്കാലും മടങ്ങത്തക്ക വിധം പിതാവാദിയും പുത്രനെ അത്ര അധികം ഉയർത്തി. फिलिप्पी की किताब उसमें दूसरे अध्याय में लिखा है, मसीह को परमेश्वर ने इतना बढ़ा दिया कि हर एक घुटना उसके सामने टेकेगा। തേജസ്സോട് ഉയർത്തെഴുന്നേറ്റെങ്കിൽ तेज के साथ अगर मसीह जी उठा है तो രാവിലെ ആത്മാവിൽ ഈ സന്ദേശത്തിന്റെ ഓർത്ത് സ്തോത്രം പറയണം. ദൈവമേ, നീ എന്നെ ഉയർപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. इस संदेश को सुनकर परमेश्वर को धन्यवाद करे। प्रभु धन्यवाद, आप मुझे जी उठाने वाले हैं। ആമേൻ. നമ്മുടെ അപമാനങ്ങൾ മാറുവാൻ പോകുകയാ. प्रभु हमारे अपमान बहुत जल्द ही मिटने वाले हैं। സകല വിശുദ്ധന്മാരും ഉയർക്കപ്പെടും. प्रियो, एक बात समझे, सभी पवित्र जन जो मसीह मरे हैं वो जी उठेंगे। ക്രിസ്തുവിൽ ജനിക്കുക, मसीह में हमने जन्म लिया, ക്രിസ്തുവിൽ ജീവിക്കുക, हम मसीह में जीवन को व्यतीत करने ആമേൻ. के बाद ക്രിസ്തുവിൽ നാം മരിക്കുക, हम जो मसीह में मरेंगे, നിശ്ചയമായി നാം ക്രിസ്തുവിൽ ഉയർക്കും. हम एक दिन मसीह में जी उठेंगे। എല്ലാവരും പുറത്തു വരും. हर एक व्यक्ति बाहर आएगा, ആരും മറഞ്ഞിരിക്കുകയില്ല. कोई भी ढका ना रहेगा। അപമാനം മാറും. अपमान और जो निरादर है, अनादर है, वो वो सब हट जाएगा। ആമേൻ. മഹത്വം വെളിപ്പെടും. तेज बाहर आएगा। യെസ്, നിശ്ചയമായി നാം മഹത്വത്തെ ധരിക്കും. हम महिमा के रूप को धारण ഇത് करेंगे। നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। നാം മഹത്വം ധരിക്കുന്നവരാണ്. हम प्रियो महिमा के रूप को धारण करने വലിയ वाले हैं। മഹത്വം നാം ധരിക്കാൻ പോകുന്നു. हम महिमा के रूप को धारण करने वाले ഈ हैं। അപമാന ദിനങ്ങൾ അവസാനിക്കട്ടെ. ये अनादर के दिन समाप्त होने पाए, എല്ലാ നിരാശകളും മാറട്ടെ. हमारी निराशाएं हटने पाए। ഹൃദയം നിറഞ്ഞു പറയാൻ കർത്താവേ നന്ദി. वो परमेश्वर को धन्यवाद के साथ कहे, प्रभु धन्यवाद। നീ എന്നെ ഉയർപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. प्रभु आप मुझे जी उठाने वाले हैं, प्रभु ഈ धन्यवाद। ലോകത്തെ ഓരോ അപമാനങ്ങളും എനിക്ക് വിഷയമല്ല. इस संसार की कोई भी अनादर की बातें मेरे लिए कुछ भी नहीं, കാരണം ഇത് താൽക്കാലികമാണ്. क्योंकि मैं जानता हूँ ये कुछ ही दिन की बातें हैं। വെളിപ്പെടുവാനുള്ള തേജസ് അത് നിത്യതയാണ്. जो तेज प्रभु जो बाहर आने वाला है वो अनंत काल के लिए है। ഇത് നമ്മളെ സഹായിക്കട്ടെ. वो हमारी सहायता करे। പ്രാർത്ഥനയോട് അപമാനം സഹിക്കാം. प्रार्थना के साथ हम अनादर को सहें। ആമേൻ. നിശ്ചയമായി നാം ഉയർക്കപ്പെടും. हम बहुत जल्द ही जी നാം उठेंगे। മഹത്വം ധരിക്കും. हम महिमा के रूप को धारण करेंगे, തേജസ്സോടെ നാം എഴുന്നേറ്റ് വരും. तेज के साथ जी ഇത് उठेंगे। നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। God bless you all. आमेन। प्रभु आपका आशीष करे। നമ്മൾ ഓർത്ത്